അക്ഷരജാലകം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്കായി, വാക്കുകളുടെ ശക്തി തിരിച്ചറിയുന്നവർക്കായി അക്ഷരങ്ങളുടെ നഗരത്തിൽ നിന്ന് പുതിയൊരു വെബിസോഡ് VMKD ഒരുക്കുകയാണ്. പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ധർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. പുസ്തക പരിചയം എന്നത് ഏറെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഉൾക്കാമ്പുകളിലേക്ക് കടക്കുമ്പോൾ അല്പം പോലും അർത്ഥവ്യതിയാനം വരാതെ നോക്കേണ്ടത് ആവശ്യമാണല്ലോ. ഒരു കടലിൻ്റെ ഓരത്ത് നിന്നുകൊണ്ട് ഒരു കൈക്കുമ്പിളിൽ ജലമെടുക്കുന്നത് പോലെ മാത്രമേ ഒരു പുസ്തക പരിചയമാകുന്നുള്ളൂ. വായിക്കുവാൻ വായന മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നു എന്നുള്ള എമേഴ്സൻ്റെ ആ വിശ്വവിഖ്യാതമായ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ പുതിയൊരു പുസ്തകം പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഏറെ ശ്രദ്ധേയമായ നിരവധി കൃതികൾ രചിച്ച ലോകമെങ്ങും പ്രസിദ്ധനായ പൗലോ കൊയ്ലോ എന്ന ലേഖകൻ, എഴുത്തുകാരൻ ലോകത്തിന് സംഭാവന ചെയ്ത മൗലികമായൊരു കൃതിയാണ് ബ്രൈഡ എന്ന കൃതി. ബ്രൈഡ എന്ന പുസ്തകമാണ് ഈ ആദ്യത്തെ വെബിസോഡിലൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതീവ സുന്ദരിയും അഭ്യസ്തവിദ്യയുമായ ബ്രൈഡ ഈ പുസ്തകത്തിൽ കാണുന്നത് പോലെ തന്നെ അവളുടെ പാതി മുഖം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അക്ഷരങ്ങളിലൂടെയും വാചകങ്ങളിലൂടെയും നമുക്ക് പാതി മുഖമല്ല, അതിൻ്റെ ബഹുവർണ്ണമായിട്ടുള്ള അർത്ഥതലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ലോകപ്രസിദ്ധമായ ഹാർപ്പർ ആൻഡ് കോളിൻസ് അവരാണ് അച്ചടിയും പ്രസാധനവുമൊക്കെ ഈ പുസ്തകത്തിൻ്റെ നിർവഹിച്ചിരിക്കുന്നത്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്കായി അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യമായത് എന്താണെന്ന് തിരിച്ചറിയുവാനും, ഭൂഖണ്ഡങ്ങളെ കടന്നു പോകുമ്പോൾ രാജ്യങ്ങളുടെ അതിർത്തി ഭേദിക്കുമ്പോഴും ജനങ്ങളുടെ വായനാഭിരുചി എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു പ്രസാധകരാണ് ഹാർപ്പർ ആൻഡ് കോളിൻസ്. അതിലുപരി ശാസ്ത്രത്തിനും വിദ്യാഭ്യാസത്തിനും ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രസാധകർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പൗലോ കൊയ്ലോയുടെ ഈ കൃതി ശാസ്ത്രം, വിദ്യാഭ്യാസം, സംസ്കാരം, സാംസ്കാരിക പഠനം എന്നുള്ള മേഖലയിൽ ചർച്ച ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ ഒരു ലെൻസിലൂടെ നോക്കുവാൻ വളരെ സന്തോഷമുണ്ട്. ബ്രൈഡ എന്നുള്ളത് ഒരു യുവതിയുടെ പേരാണ്. അവൾ സഞ്ചരിക്കുകയാണ്, ജ്ഞാനം തേടി അന്വേഷിക്കുകയാണ്, ജ്ഞാനം തേടി യാത്ര ചെയ്യുകയാണ്. അവളുടെ ഓരോ യാത്രയിലും കണ്ടുമുട്ടുന്ന ഓരോരുത്തരിൽ നിന്നും പുതിയ പാഠങ്ങൾ അവൾ അഭ്യസിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ അങ്ങനെയാണല്ലോ. ചുറ്റുപാടുമുള്ളവരിൽ നിന്ന് നാം എത്രയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു. ഔപചാരികമായി പുസ്തകത്തിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ പഠിക്കുന്നതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുപാടുകളിൽ നിന്ന് നാം പഠിക്കുന്നുണ്ട്. ഈ പുസ്തകം പ്രസക്തമായൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ആത്മാവിൻ്റെ ചങ്ങാതിയെ എങ്ങനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും? ഈ പുസ്തകം വളരെ പ്രസക്തമായൊരു ഉത്തരം അതിന് നൽകുന്നുണ്ട്. വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് യാത്ര ചെയ്യുക, അപകടകരമായിട്ടുള്ള ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുക, അപ്പോൾ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. നിന്റെ യാത്രയുടെ ലക്ഷ്യം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഉത്തരമാണ് നൽകുന്നത്. ആധുനിക കാലത്തെ മനുഷ്യൻ്റെ സംഘർഷഭരിതമായ ജീവിതത്തിനിടയിൽ നമ്മളെ വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് ഗ്രന്ഥകർത്താവ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ അപകടകരമായ പാതകളിലൂടെയൊക്കെ സഞ്ചരിച്ചാലും നിരന്തരം അന്വേഷിക്കുമ്പോൾ, സത്യം അന്വേഷിക്കുമ്പോൾ ഒടുവിൽ
നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ യുവതിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ചില നുറുങ്ങുകൾ നമുക്ക് വീണ് കിട്ടുകയാണ്. വായനയുടെ ഓരോ ഏടിലും ഓരോ പേജുകൾ കടന്നു പോകുമ്പോഴും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂരൂപങ്ങളും ഭൂമിയുടേതായ പ്രത്യേകതകളും മനുഷ്യരുടേതായ ചേതനകളുമെല്ലാം ഈ ഒരു അന്വേഷണത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നുണ്ട്. ഒരാളുടെ സൗന്ദര്യത്തിൻ്റെ പിന്നിലുള്ള അന്തസത്ത എന്താണ്? ഇവിടെ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന സാഹിത്യകാരൻ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുകയാണ് ഈ യുവതിയുടെ സൗന്ദര്യത്തിൻ്റെ പിന്നിൽ അന്വേഷണത്തിൻ്റെ ത്വരയുണ്ട്. നിരന്തരം നിലനിൽക്കുന്ന അന്വേഷണത്തിലൂടെയാണ് അവൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ വിജയിക്കുന്നത്. അവൾ വിജയിച്ചോ ഇല്ലയോ എന്ന് പറയേണ്ടത് വായനക്കാരാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ, സൗകര്യം ലഭിക്കുമ്പോൾ ഈ പുസ്തകം തിരഞ്ഞെടുത്ത് വായിക്കുവാൻ ശ്രമിക്കുക. ഈ പുസ്തകം ആരംഭിക്കുന്നത് ബൈബിളിലെ വളരെ പ്രസിദ്ധമായ ഒരു ഉപമ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഒരു സ്ത്രീക്ക് അനേകം നാണയ ശേഖരമുണ്ടായിരുന്നു. അതിലൊന്ന് നഷ്ടപ്പെടുമ്പോൾ അവൾ അത് തേടി ഇറങ്ങുകയാണ്. അവൾ അത് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒടുവിൽ വിളക്ക് തെളിയിച്ച് വീടും പരിസരങ്ങളുമൊക്കെ ശുചിയാക്കുമ്പോൾ അവൾ ആ കളഞ്ഞുപോയ നാണയം കണ്ടെത്തുകയാണ്. വലിയ സന്തോഷത്തോടു കൂടി, എന്തെന്നില്ലാത്ത ആനന്ദത്തോടു കൂടി കൂട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടി തൻ്റെ കളഞ്ഞുപോയ നാണയം തിരികെ കിട്ടിയെന്ന് വിളിച്ചു പറയുന്ന ആ ഒരു ഉപമ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യ പേജുകൾ കടന്നു പോകുന്നത്. ഒരർത്ഥത്തിൽ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു സായുജ്യം, സാഫല്യമൊക്കെ ലഭിക്കുന്നുണ്ട്. അത് നാം തന്നെ അനുഭവിക്കേണ്ടതല്ല. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ, സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി ഈ ആത്മാവിൻ്റെ ചങ്ങാതിയെ ഞാൻ കണ്ടെത്തിയെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ഒരു വേള അന്വേഷിക്കുന്നിടത്ത് വെളിച്ചവും, അന്വേഷിക്കുന്നിടത്ത് ഒരല്പം ശുചിത്വ ബോധവുമൊക്കെ വേണം എന്നുകൂടി ഈ ഉപമ പറഞ്ഞു വയ്ക്കുമ്പോൾ കണ്ടെത്തലിൻ്റെ സാഫല്യം, കണ്ടെത്തലിൻ്റെ ആനന്ദം ഭൗതികമായിട്ടുള്ള ആ ജീവിത സാഹചര്യങ്ങളെ കടന്ന് ആത്മീയ തലങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഈ യുവതിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം അന്വേഷണമാണെന്ന് പറഞ്ഞല്ലോ. അതിലുപരി ഈ ബ്രൈഡ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ സുഗന്ധം പേറുകയാണ്. ആദ്യത്തെ വാചകം മുതൽ അവസാനത്തെ വാചകം വരെ വ്യക്തതയോടെ, തെളിമയോടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ജ്ഞാനത്തിൻ്റെ സുഗന്ധം പേറുന്ന വാക്കുകളാണ്. മറ്റുള്ളവരെ കേൾക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ അനുകരിക്കുമ്പോൾ നാം വിജയത്തിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ തന്നെ ആത്മാവിൻ്റെ ചങ്ങാതിയെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ചുറ്റുപാടുകളിലേക്ക് നോക്കണമെന്നുള്ളൊരു വലിയ തത്വം കൂടി ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു. ഈ പുസ്തകം സ്ഥിരോത്സാഹം കൈമുതലായിട്ടുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അവരുടെ ഉത്സാഹത്തെയും അവരുടെ സന്തോഷത്തെയും ഒക്കെ പ്രോജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാക്കുകൾ ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബ്രൈഡ ലക്ഷ്യത്തിലെത്തിയത് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ഭയത്തെ അതിജീവിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭയത്തിന് അടിമകളാണോ? ഭയത്തിൻ്റെ നുകം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ഒടിച്ചു കളഞ്ഞുകൊണ്ട് അഭിഷേകത്തോടെ നിൽക്കുവാനായിട്ട് പൗലോ കൊയ്ലോ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ബ്രൈഡ പറഞ്ഞു തരുന്ന 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, ജീവിതം ആസ്വാദ്യകരമാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കണ്ണുകളിൽ ഒക്കെയും കൗതുകവും അത്ഭുതവും നിറയണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിറവ് എന്ന് പറയുന്നത് എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവമല്ല, എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു ഭാവവുമല്ല. മറിച്ച് അറിയേണ്ടതെല്ലാം എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന്,
ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സൗമ്യ സാക്ഷ്യമാണ്. അതുകൊണ്ട് ജീവിതത്തെ ആസ്വാദ്യകരമാക്കണമെങ്കിൽ കൗതുകവും അത്ഭുതവും നിങ്ങളുടെ അന്വേഷണങ്ങളിൽ നിറയുമ്പോൾ ജീവിതം തന്നെ ഒരു അന്വേഷണമായും ജീവിതം തന്നെ ഒരു കണ്ടെത്തലായിട്ടും മാറുകയാണ്. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്, ജ്ഞാനത്തെ ആലിംഗനം ചെയ്താൽ അത് നിന്നെ ഉയർത്തും എന്നുള്ളതാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു തരുന്ന ഒരു വാക്യമാണ്, ജ്ഞാനത്തെ ഒരു വനിതയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ ജ്ഞാനത്തെ നാം സ്വീകരിച്ചാൽ അവൾ നിന്നെ ഉയർത്തും എന്നുള്ള ഒരു സാക്ഷ്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ജ്ഞാനം നിർമ്മിക്കുവാനും ജ്ഞാനം വിതരണം ചെയ്യുവാനും ജ്ഞാനം ഉപയോഗിക്കുവാനുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനത്തെ നാം ഉയർത്തുമ്പോൾ, ജ്ഞാനത്തെ നാം സ്വീകരിക്കുമ്പോൾ, ജ്ഞാനം സ്വായത്തമാക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ ഉയർച്ച കൈവരിക്കുകയാണ്, അല്ലെങ്കിൽ വളർച്ച കൈവരിക്കുകയാണ്. വീണ്ടും നാം ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്നേഹത്തിൻ്റെ മേമ്പൊടിയോടുകൂടിയ അന്വേഷണമാണ് വിജയത്തിലെത്തുന്നത് എന്ന് ഈ ഗ്രന്ഥകാരൻ നമുക്ക് പറഞ്ഞു തരുന്നു. സാഹിത്യകാരനാണ് പൗലോ കൊയ്ലോ, അതിലുപരി തത്വജ്ഞാനിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അന്വേഷണത്തിലൂന്നി മനഃശാസ്ത്രപരമായിട്ടുള്ള ചില നുറുങ്ങുകൾ പറഞ്ഞു തരുന്നതിലുപരി ഭയം, സംശയം തുടങ്ങിയ പ്രാകൃതമായ വികാരങ്ങളെ അല്ലെങ്കിൽ അഭിനിവേശങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് സ്നേഹത്തിൻ്റെ മേമ്പടിയോടുകൂടി വിജയത്തിലേക്ക് നടന്നെടുക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നാലാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ താളത്തിനനുസരിച്ച് നിങ്ങൾ ചുവട് വയ്ക്കണം. പ്രപഞ്ചത്തിനൊരു താളമുണ്ട് കേട്ടോ. അത് റൂസോ പറഞ്ഞു തന്നു, വി മസ്റ്റ് ഫോളോ ദി ഓർഡർ ഓഫ് ദ നേച്ചർ. പ്രകൃതിയുടെ ഒരു ക്രമം, അത് താളനിബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രപഞ്ച താളത്തെ കണ്ടെത്തുന്നതാണ്, അന്വേഷിക്കലാണ് വിദ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം. അതുകൊണ്ട് ഈ ഗ്രന്ഥകാരൻ നമ്മളോട് ചോദിക്കുകയാണ്, ലോകത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ച താളത്തെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുക, സ്വതന്ത്രമായ അന്വേഷണത്തിൽ ഏർപ്പെടുക, സ്വതന്ത്രമായ നിഗമനത്തിൽ എത്തിച്ചേരുക. ഏറ്റവും പ്രധാനമായിട്ട് ഈ പുസ്തകം നമുക്ക് പകർന്നു നൽകുന്ന ഒരു വാക്യം ഇതിൻ്റെ ഏറ്റവും അവസാന വാക്കുകളിലാണ്, നെവർ കൺഫ്യൂസ് വൺ വിത്ത് അനദർ. ഒട്ടേറെ ഉപമകൾ തുടങ്ങുന്നതൊരു ഉപമയിലാണെങ്കിൽ പോലും അദ്ദേഹം പറയുകയാണ്, സാദൃശ്യങ്ങളേറെയുള്ള ഇതുപോലെ തന്നെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അവിടെയും ഇവിടെയും കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ചില നിലപാടുകളിലാണെങ്കിലും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടെയും ഒക്കെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ സാഹിത്യകാരൻ തൻ്റെ മൗലികമായ പ്രതിഭയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്, നെവർ കൺഫ്യൂസ് വൺ വിത്ത് അനദർ. വളരെ തെളിമയോടെ വ്യക്തതയോടെ ജീവിതത്തെ നോക്കിക്കാണുവാനും വളരെ സൂക്ഷ്മതയോടെ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവ്യക്തത ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ പോകുന്നവരുടെ ഒരു മുഖമുദ്രയാണ്. അസ്ഥിരത ഉദാസീനരായിട്ടുള്ള അലംഭാവമുള്ളവരുടെ ഒരു പ്രത്യേകതയായിട്ട് നാം കാണുന്നു. അജ്ഞത ആക്രോശിക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് അതാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അവ്യക്തത ഒഴിവാക്കി, അസ്ഥിരത ഒഴിവാക്കി, അജ്ഞത ഒഴിവാക്കി വളരെ മികവാർന്ന വിജയത്തിലേക്ക് നടന്നെടുക്കുവാൻ ഈ ഗ്രന്ഥം നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ അതിൻ്റെ അവസാനത്തെ പേജുകളിൽ വാചകങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ കാണുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം അവിടെ പറയുന്നത്, ആ അധ്യാപകൻ എന്ന് പറയുന്നത് അപ്രത്യക്ഷമാകുന്നു, ക്രമേണ അപ്രത്യക്ഷമാകുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. ദ ടീച്ചർ ഡിസോൾവ്സ്. ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത് അതാണ്. അധ്യാപകൻ മറയുമ്പോഴും
വിദ്യാർത്ഥി തെളിഞ്ഞു നിൽക്കുവാൻ, വിദ്യാർത്ഥിയുടെ ബോധമണ്ഡലത്തിൽ ജ്ഞാനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ചില തെളിമയാർന്ന പഥങ്ങൾ രൂപപ്പെടുവാൻ ഇടയാകട്ടെ. അതിന് ശക്തമായ പ്രേരണ നൽകുന്ന ബ്രൈഡ്.